അപ്പോഴാണ് അവൻ ഇവളോട് ഹോസ്റ്റലിന്റെ പുറത്തിരുന്ന് പാട്ട് പാടിയില്ലെങ്കിലും ഇവിടെ വെച്ച് പാട്ട് പാടിയത് ഇവൾക്ക് കുഴപ്പമുണ്ടാന്ന് ചോദിക്കും. ഇത് കേട്ട് അവളാണ് ഞെട്ടിപ്പോയിട്ട് ഇവൾക്ക് ആ പാട്ടൊക്കെ ഇഷ്ടമെന്ന് ഇവനെങ്ങനെ അറിയാൻ ചോദിക്കുമ്പം അവനാണ് സത്യത്തിൽ ഇവൾ ലിന്നന്റെ കൂടെ അന്ന് ഡേറ്റ് ചെയ്യുമല്ലായിരുന്നു അറിഞ്ഞ് ആ കാര്യം അവന് മനസ്സിലായെന്ന് പറയും. അതുകൊണ്ട് എന്തിനാ ഇവനോട് അന്ന് കള്ളം പറഞ്ഞെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവളാണ് അന്ന് കള്ളം പറഞ്ഞാലും ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചെന്നറിയും. അത് കേട്ട് അവനെ സങ്കടത്തി അവന് അതൊക്കെ ആലോചിച്ച് നോക്കി നിറഞ്ഞ് എന്നാലും അന്നെന്തിനാ ഇവനോട് അങ്ങനെ കള്ളം പറഞ്ഞെന്നാ ചോദിക്കുന്നത്. കാരണം ഇവൾ പഠിച്ചിറങ്ങിയിട്ടും ഇവന്റെ അടുത്ത് തന്നെ ജോലി ചെയ്യാൻ വേണ്ടിയാ ഇവൻ ജോലി ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെ ഇവളുടെ റെസ്യൂമൊക്കെ ചെന്ന് അപ്ലൈ ചെയ്ത്. പക്ഷെ അവിടെങ്ങും ഇവൾ വന്നതേയില്ല. അതിനുശേഷം ഇവൾ അന്വേഷിച്ചു പോയി നോക്കിയാലും ഇവളുടെ കസിന്റെ വീട്ടിൽ പറഞ്ഞ് ഇവളും അനിയനും കൂടെ വിദേശത്ത് പഠിക്കാൻ പോയെന്ന്. അതിനുശേഷം ഫോൺ വിളിച്ചാലും എടുത്തിട്ടില്ല. അതിനുശേഷം നിന്നെ നേരിട്ട് കണ്ടപ്പോ ലിന്നന്റെ കൂടെ ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് എന്നോട് പറയുന്നു. പക്ഷെ പിന്നീട് ഞാനായിട്ട് അറിയാൻ വരുന്ന സത്യം നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലായിരുന്നെന്ന്. ഞാൻ എന്തോ തെറ്റ് ചെയ്ത് ശിവാൻ എന്നോടെന്തിനെ ഇങ്ങനെ വെറുതെ കള്ളം പറയുന്നത് എന്നീ ഇവന് വിഷമിച്ച് ചോദിക്കുമ്പം അവളാണ് ഇവൻ എന്തോ ഇപ്പം പറയാൻ വരുന്നതെന്ന് അവൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയും. കൂടാതെ റോങ്ങിനോട് ആദ്യം ഇവള് ചോദിച്ചപ്പോ ഇവർ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് അവള് പറഞ്ഞ്. അങ്ങനെ അതുകൊണ്ട് മാത്രം അന്ന് കോളേജ് വെച്ചിന് പ്രപ്പോസ് ചെയ്യുന്ന പറഞ്ഞിട്ട് പിന്നെ റോങ്ങിന് ഇവനോട് ഇഷ്ടമുള്ള കാര്യം അറിഞ്ഞ് അവൾ സോറി പറഞ്ഞ് മെസ്സേജ് ഒന്നും ഇവൻ കണ്ടില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അത് കണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത് സംസാരിക്കാൻ വരുമ്പം ഇവളാണ് എങ്കിൽ പിന്നെ അവൾക്ക് ആശ്വാസമായെന്ന് പറഞ്ഞ് അവൾക്ക് ഇപ്പൊ ഒരു കുറ്റബോധമില്ലെന്നറിയും. അതുകൊണ്ട് ഇനി ഇവനോട് സംസാരിക്കാൻ ഒന്നുമില്ലെന്നറിഞ്ഞ് അവൾ അവിടെ നിന്ന് നടന്നു പോകും. അങ്ങനെ ഇത് കണ്ട് ഇവനാണ് അവളുടെ പുറകെ തന്നെ ചെല്ലാൻ നോക്കുമ്പോഴാണ് അവൾ ആദ്യം ചെന്നോളം ഇവനെ പിന്നീട് വന്നോ എന്നറിഞ്ഞ് അവൾ ഒറ്റയ്ക്ക് ലിഫ്റ്റിൽ കയറി പോകും. അങ്ങനെ ഇത് കണ്ട് അടുത്ത സെക്കൻഡ് അവനാണ് അവളെ ഫോളോ ചെയ്ത് അവൻ ആ സ്റ്റെപ്പ് വഴി ഇറങ്ങി വന്നോണ്ടിരിക്കും. ഇതേ സമയം അവൾ പെട്ടെന്ന് തന്നെ താഴേക്ക് പോയിട്ട് ഇവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി അവൾ ടാക്സി ഓടിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ അവിടേക്ക് ഒന്ന് ഇവളെ തടഞ്ഞു നിർത്തും. സോറി ഷീഗോൻ, ഞാൻ കുറെ തെറ്റിയതുകൊണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതൊക്കെ നമ്മൾ തമ്മിലുണ്ടായ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ അതൊക്കെ ഫിക്സ് ചെയ്യാം. നമ്മൾ തമ്മിൽ ഒന്നേരം കുറെ സമയം ഞാൻ വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് നീ അവിടെ നിന്ന് പോയപ്പോ എനിക്ക് നിന്നെ കണ്ടെത്താനേ സഹിച്ചില്ല. കാരണം നീ വിദേശത്ത് പഠിക്കാൻ പോയെന്ന നിന്റെ കസിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആന്റി പറഞ്ഞു. എന്നിന് ഇവൻ ഓരോ റീസൺ പറഞ്ഞ് അവളുടെ ഒന്നേരം നോക്കുമ്പം അവളാണ് ഇവളുടെ അടുത്ത് നിന്ന് മാറി പോകാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും എനിക്കറിയാം നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഞാൻ ചെയ്യുന്ന എനിക്ക് തന്നെ മോശമായിട്ട് തോന്നുക. പക്ഷെ എന്നെ കൊണ്ട് എന്റെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവാണ് ഞാൻ മൊത്തത്തിൽ ഇല്ലാതായി പോകും. നിനക്ക് എന്നെ കണ്ട ഒരു ഭ്രാന്തനായിട്ട് തോന്നല്ലേ? സത്യ ഞാനോ സമ്മതിച്ചു കൊടുക്കുന്നു. ഇത്രയും ദിവസം എന്റെ ഇഷ്ടം ഞാൻ നിന്നോട് കാണിക്കായിരുന്നേ. എന്നാൽ നീ എന്തിനാ അന്ന് ന്യൂ ഇയറിന്റെ അന്ന് അവൻ നിന്റെ ബോയ് ഫ്രണ്ടാന്ന് കള്ളം പറഞ്ഞ? ഇത് ഞാൻ എങ്ങനെ സമ്മതിക്കും? എന്നോട് മാത്രം എന്താ നീ ഇങ്ങനെ ചെയ്യുന്നത്? എന്നിന് അവന് ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുമ്പം ഇവളാണ് അവന്റെ കൈ തട്ടി കളഞ്ഞിട്ട് ഇനി ഇവന്റെ കാര്യമായിട്ട് അവൾക്കൊരു ബന്ധമില്ലെന്ന് പറയും. അതുകൊണ്ട് അവൾക്ക് ഇപ്പൊ ഒരു ബോയ് ഫ്രണ്ട് ഉള്ളതുകൊണ്ട് ചുമ്മാ ഇവളുടെ പുറകെ നടന്ന് ഇങ്ങനെ സംസാരിക്കലെന്ന് പറഞ്ഞ് ഇതോടെ അവന് നിർത്തിക്കോളാൻ പറയും. അങ്ങനെ ഒരു തെറ്റായ സമയത്ത് ഇവൻ വന്ന് സംസാരിക്കുന്ന അവൾ പറയുമ്പം ഇത് കേട്ട് അവനാണ് പെട്ടെന്ന് ചിരി വരും. തെറ്റായ സമയം? നീ അത് എന്നോട് പറയുന്ന? നീ എന്നെ പ്രപ്പോസ് ചെയ്തത് കറക്റ്റ് ആയിട്ട് സമയമായിരുന്നത്. എന്റെ അവസ്ഥയെ കുറിച്ചൊക്കെ നിനക്കറിയാം. പക്ഷെ എന്നിരുന്നാലും നീ ആ സമയത്ത് എന്നെ പുഷ് ചെയ്ത് എന്റെ ജീവിതത്തിലേക്ക് കയറാൻ നോക്കി. പിന്നീട് എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയപ്പോ നീ പെട്ടെന്ന് ഒഴിഞ്ഞങ്ങ് മാറിയ. നിനക്ക് തെറ്റായിട്ടുള്ള സമയത്ത് പ്രപ്പോസ് ചെയ്യാമെങ്കിൽ എനിക്ക് ഇതെന്താ തെറ്റ്? എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് അവളാണ് ദേഷ്യത്തി ചുമ്മാ ഈ റീസൺ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇവള് വിദേശത്ത് പോയെന്ന് വിചാരിച്ചെങ്കിലും ഇവളെ കണ്ടെത്തുന്നത് ഒരു എളുപ്പമായിട്ടുള്ള കാര്യമെന്ന് പറയും. അങ്ങനെ ഇതൊരു റീസൺ ആയിട്ട് മാത്രം പറയാതെ ഇതിനുമ്പ് അവൾ ഇഷ്ടം പറഞ്ഞ് പറയുന്നപ്പോ ആ സമയത്തൊക്കെ ഇവന്റെ ഇഷ്ടം പറഞ്ഞോടെ എന്ന് പറഞ്ഞ് ഇവന്റെ IQ ലെവലിന് അപ്പോഴൊന്നും ഇത് കത്തിയില്ലെന്ന് ചോദിക്കും. അതുകൊണ്ട് അവളും ന്യൂ ഇയറിന്റെ അന്ന് ഇവനോട് കള്ളം പറഞ്ഞൊന്നില്ല. ലിന്ന അവന്റെ സ്നേഹം ഇവളോട് പറഞ്ഞപ്പോ തന്നെ അവൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് അതിനുശേഷം അവളുടെ മനസ്സിൽ ഫുള്ളും അവനായിരുന്നു പറയും. അങ്ങനെ അതും പറഞ്ഞു കേട്ട് ഇവൻ ഇവിടെ വിഷമിച്ചിരിക്കുമ്പം ഇതെല്ലാം പുറയെന്ന് ഇവരുടെ ഫ്രണ്ട്സ് എല്ലാം കേട്ടോണ്ടിരിക്കും. അങ്ങനെ ഷീഗോൻ അവനെ റിജക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോയതോടെ ഇവിടെ അവന്റെ കൂട്ടുകാരൻ അവനെ സമാനപ്പെടുത്താൻ അടുത്തരം നോക്കും. പക്ഷെ അവരൊക്കെ അവന് സമയം കൊടുക്കണം എന്ന് പറഞ്ഞ് അവരൊക്കെ അവിടെ നിൽക്കുമ്പം റോങ് ആണ് ഇതൊക്കെ കണ്ടിട്ട് ഒട്ടും തന്നെ മൈൻഡ് ചെയ്യാതെ അവൾ അവിടെ നിന്ന് നടന്നു പോകും. അതിന് ഇവിടെ ഷീഗോനും ലിന്നിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവളാണ് ഷുവാൻഷു ആയിട്ട് സംസാരിച്ച് ഇവിടെ മൂഡൌട്ടായിട്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന ലിന്നും ഈ പൂച്ചക്കുട്ടി ആർക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇവളാണ് അവനെ കണ്ടിട്ട് കെട്ടിപ്പിടിക്കും. അങ്ങനെ അതിനുശേഷം അവനും ഇതെന്തോ പറ്റിയെന്ന് പറഞ്ഞ് പാർട്ടിക്കോ സ്ഥലത്ത് ഇവൾ ആഘോഷിച്ചില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അതൊന്നല്ലെന്ന് പറഞ്ഞ് ഇവന് വേണ്ടി കാത്തിരിക്കാൻ വയ്യാതെ അവള് പെട്ടെന്ന് തിരിച്ചെന്നേന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇവന്റെ പ്രൊഫസറിനും കൂടെ ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞ് അവൻ ആ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇവിടെ ലിന്റെ കൂടെ തന്നെ അവന്റെ പ്രൊഫസറും ഹസ്ബൻഡും കൂടെ കാണും. അങ്ങനെ അതിനുശേഷം ഇവള് നാണിച്ചിട്ട് ആർക്കൊക്കെ ഹായ് പറയുമ്പോഴാണ് അവർ രണ്ടുപേരും കൂടെ ലിൻ ഇപ്പോഴും ഒരു ഗേൾ ഫ്രണ്ട് സെറ്റാക്കിയെന്ന് പറഞ്ഞ് ഇവനെ കുറിച്ച് കുറെ വിഷമിച്ച് നിറയും. അങ്ങനെ എത്ര ഡേറ്റ് ഫിക്സ് ചെയ്താലും ഇവൻ പോകത്തില്ലെന്ന് ആ കാര്യം പറയുമ്പം ഇവിടെ അവനാണ് കുറച്ച് ഗമയൊക്കെ ഇട്ട് അവളുടെ അടുത്ത് ലുക്ക് എടുത്തോണ്ടിരിക്കും. അതിനുശേഷം അവളും എങ്കിൽ പിന്നെ പയ്യനെ നല്ലോണം നോക്കിക്കോളാം പറഞ്ഞ് ഇവരുടെ കൂടെ ഒക്കെ സംസാരിച്ചിട്ട് അവരിപ്പോ അവിടെ നിന്ന് ഇറങ്ങും. അതിനുശേഷം ലിന്നും പ്രൊഫസറിനോട് സംസാരിച്ചപ്പോഴ് അവർ പുതിയ ലാബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ഇവളോട് പറയുന്നത്. അങ്ങനെ അവനെ അവരുടെ കൂടെ ജോലി ചെയ്യാൻ വേണ്ടി വിളിച്ച. അതുകൊണ്ട് ഇവൻ അവിടെ പോകുന്നതിന് മുമ്പ് ആദ്യം കമ്പനിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കണം എന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവളാണ് എങ്കിൽ പിന്നെ പ്രൊഫസറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഇവനപ്പോ താമസിക്കത്തില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അവരിപ്പോ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളു. അതുകൊണ്ട് അവർക്ക്
ഇവർക്ക് ലാബിലെ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞ് ഇവൻ അതിനുമ്പേ തന്നെ അവിടെ ചെന്ന് വർക്ക് ചെയ്യുന്ന പറയും. അതിനേശം അടുത്ത ദിവസം കമ്പനി വെച്ച് ലിന്നാണ് അവന് കുറച്ച് പുറത്ത് വർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അതിനേശം ഇവളുടെ കൂടെ ലഞ്ച് കഴിക്കാൻ പറഞ്ഞിട്ട് പോകും. അപ്പോഴാണ് ഇത് കണ്ട് ഇവളുടെ കൂട്ടുകാരിയും ഒരു മാനേജർ ഇവളോട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വന്നെന്ന് അവള് കളിയാക്കുമ്പം ഷീഗോനാണ് അവളുടെ ഫോൺ കാണിച്ചിട്ട് വർക്കിന്റെ സമയം തുടങ്ങിയെന്ന് പറയും. അതുകൊണ്ട് ഇപ്പം വന്ന് സംസാരിച്ച മാനേജർ അല്ല ഇവളുടെ ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാരോട് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഷീഗോന്റെ ആന്റിയാണ് ഒരു ഡിസൈനറിന് ഇവരുടെ കമ്പനിയിലേക്ക് വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് അവർ ഫോൺ വിളിച്ചു പറയുമ്പം ഷീഗോനും ലിന്നെയും വിളിച്ചോണ്ട് പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം അവനും സത്യം പറഞ്ഞ ഇവളുടെ അങ്കിളിനെ പോലെ തന്നെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ ഇവൻ ആഗ്രഹിക്കുന്നെന്ന് പറയും. കാരണം എല്ലാ പണിയും അവളുടെ ആന്റിയാണ് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം അവൻ പറയുമ്പം ഇത് കേട്ട് ഷീഗോനാണ് അവളുടെ അങ്കിളിനെ കണ്ട് ഇതൊന്നും പഠിക്കില്ലെന്ന് പറഞ്ഞ് അവനെ കുറെ അഡ്വൈസ് ചെയ്യും. അങ്ങനെ അതിനുശേഷം ഇവളുടെ ആന്റി വന്ന് ഇറങ്ങിയ ഉടനെ അവരും മറ്റുള്ളവരെയൊക്കെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ അതിനുശേഷം ഇവരൊക്കെ ഒരു പ്രോജക്റ്റിന്റെ കാര്യമായിട്ട് പുറത്തുള്ള ഒരു സ്ഥലം കാണാൻ വേണ്ടി ചെല്ലും. പക്ഷെ അതേ സ്ഥലത്താണ് ലിന്നിനെ വിരോധിയായിട്ട് കാണുന്ന അവന്റെ കസിൻ ആൾക്കാരെ വിളിച്ചോണ്ട് അവിടേക്ക് വരുന്നത്. അങ്ങനെ ആ കൂട്ടത്തിൽ ഷീഗോന്റെ കൂട്ടൊരു റോങ് ഉണ്ട്. കാരണം ഇപ്പൊ ഷെങ്യോങ് കമ്പനി നോക്കുന്ന ലിന്നിന്റെ കസിനാണ്. അങ്ങനെ അവന് ബിസിനസ്സുകാരായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ലിന്നിനെ കണ്ടിട്ട് ഇവൻ ഇവിടെ എന്തോ ചെയ്യുന്നെന്ന് പറഞ്ഞ് അവനൊരു പുച്ഛിച്ച് നോട്ടത്തിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അതിനെ ശിവരണ്ടേരും കൂടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് റോങ് ഷീഗോനും കൂടെ കണ്ടുമുട്ടും. അതേസമയം ലിന്നിന്റെ കസിനും ഗേൾ ഫ്രണ്ടിന്റെ ഫാമിലിയൊക്കെ വിളിച്ചോണ്ട് ചുമ്മാ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ വന്നതാണെന്ന് പറഞ്ഞ് അവന് ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പം ലിന്നാണ് അതൊന്നും കണക്കെടുക്കാതെ അവൻ ചുമ്മാ ഇവിടത്തെ സ്ഥലങ്ങളെ കാണിക്കാൻ വേണ്ടി വിളിച്ചോണ്ടെന്ന് പറയും. അങ്ങനെ അത് കേട്ട് കസിനാണ് എങ്കിൽ പിന്നെ റോങ് നീ മറ്റേ ഷീഗോനെ കണ്ടുപടി, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ പഠിച്ച്, അവൾ ഇപ്പതാ കമ്പനിയിലെ ബോസ് ആകാൻ പോവാ, അവളുടെ ബോയ് ഫ്രണ്ടും ഒരു നല്ല റിച്ച് ആയിട്ടുള്ള പയ്യനായിട്ട് മാറി എന്നിന് ഇവൻ ആക്കിയ രീതി സംസാരിക്കുമ്പം ഷീഗോനാണ് അവളിപ്പോ ബോസ് അല്ല പക്ഷെ ഫ്യൂച്ചറിൽ ആകാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ് തൽക്കാലം അവൾ ഓരോന്നും പഠിച്ചോണ്ടിരിക്കാന്ന് പറയും. അങ്ങനെ കഷ്ടപ്പെട്ട് വളർന്ന അവൾക്ക് ഇഷ്ടം എന്ന് പറയുമ്പം ഇത് ഡയറക്റ്റ് ആയിട്ട് കസിൻ അങ്ങ് കേൾക്കും. അങ്ങനെ അതുകൊണ്ട് ലിന്നാണ് ഇത് കണ്ട് ചിരിച്ചോണ്ടിരിക്കുമ്പം പെട്ടെന്ന് കസിൻ നോക്കുന്നിട്ട് ഷീഗോൻ എപ്പോഴും ഇങ്ങനെയാന്ന് പറഞ്ഞ് അവൾ സത്യസന്ധമായിട്ടെല്ലാം തുറന്നു പറയുന്നറിയും. അതോടെ മറ്റവനാണ് ദേഷ്യത്തിൽ ഇനിയെങ്കിലും കളിച്ച് ചിരിച്ച് നടക്കാതെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതും പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുമ്പം ഇവിടെ ആന്റിയാണ് ഇവ രണ്ടുപേരും കണ്ടിട്ട് രണ്ടുപേരും ഒന്നിനും കുറവില്ലാതെ സംസാരിച്ചെന്നറിഞ്ഞ് അവരെ കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം ഷീഗോനും ഒരു പ്രോജക്റ്റുകാരായിട്ട് ഇവിടെ വന്ന പോലും അവൻ സംശയപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ലിന്റെ കസിനെ കുറിച്ച് പറയുമ്പം ലിന്നാണ് ഇവരെയൊക്കെ വിളിച്ചിട്ട് അവൻ വന്നോണ്ട് അവൻ ഗേൾഫ്രണ്ട് ഫാമിലിയുടെ കൂടെ ചുമ്മാ ചുറ്റി കറങ്ങാന്ന് വിചാരിച്ചായിരിക്കും അറിഞ്ഞ് ഇവന്റെ സ്വഭാവത്തിന് അവൻ അങ്ങനെ ആലോചിച്ചാണെന്ന് അറിയും. അപ്പോഴാണ് ഇതേക്കുന്ന ഷീഗോനാണ് കിട്ടുന്ന ചാൻസിലെല്ലാം നിന്നെ കുറിച്ച് പൊക്കി പറയണമെന്ന് പറഞ്ഞ് അവരുണ്ട് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനെ ശിവയുടെ അവന്റെ കസിനാണ് റോങ്ങിനോട് അവളുടെ കൂട്ടുകാർ ഷീഗോനായിട്ടൊക്കെ ചാറ്റ് ചെയ്ത് അവരെന്തോ ചെയ്യുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. ഇതേ സമയം ഇവിടെ ശിവാൻഷിനെ കാണിക്കുക. അവൻ വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ വന്നിട്ട് ഇവൻ എല്ലാവരും സംസാരിക്കുന്ന കേട്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അയാൾ അതൊന്നും വിശ്വസിച്ചില്ലെന്ന് പറയും. അപ്പോഴാണ് ഇതേക്കുന്ന ശിവാൻഷു ആണ് അവനെ കുറിച്ച് എന്തോ കമ്പനി സംസാരിക്കുന്ന പറഞ്ഞ് അവനൊന്നും അറിയാതിരിക്കുമ്പം ഇത് കേട്ട് അവനാണ് അപ്പൊ നീ കാര്യമൊന്നും മനസ്സിലാക്കിയില്ലെന്ന് പറഞ്ഞ് അയാളെല്ലാം പറഞ്ഞു കൊടുക്കും. ഇവൻ എന്റെ ഫ്രണ്ട്സുമായിട്ട് ട്രിപ്പിന് പോയപ്പോ ആ കെവിൻ ആക്സിഡന്റ് പറ്റി സീരിയസ് ആയിട്ട് ആശുപത്രി കടന്നാണ്. പക്ഷെ എല്ലാവരും കമ്പനി സംസാരിക്കുന്ന മറ്റേ ക്രിസിന് വേണ്ടി ഇവന്മാർ തമ്മിൽ അടികൂടി ശിവാൻഷു അവൻ അടിച്ച് ആശുപത്രിയിലാക്കിയതാണ്. അങ്ങനെ അതുകൊണ്ട് ആ ഒരു കുറ്റബോധത്തിൽ ഇവൻ മാത്രം തിരിച്ചു വരാതെ ആശുപത്രി നിന്നെന്ന് പറയുമ്പം ശിവാൻഷുവാൻ ഇതൊരു ഷോക്കായിട്ട് ഇതൊക്കെ ആര് പറഞ്ഞെന്ന് പറഞ്ഞ് അവൻ ഞെട്ടിപ്പോയിരിക്കും. അപ്പോഴാണ് അയാളും ഇതൊന്നും ആരും വിശ്വസിക്കത്തില്ലടാന്ന് പറഞ്ഞ് ചുമ്മാ ഇവനെ സമാനപ്പെടാൻ പറഞ്ഞിട്ട് അവന് ശിവാൻഷിന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ബോസാണ് ഇവനെ കുറിച്ച് കുറെ മോശമായിട്ട് കമ്പനി സ്പ്രെഡ് ചെയ്യാന്ന് പറഞ്ഞ് അത് കാരണം ഡിപ്പാർട്ട്മെന്റിന് ചീത്തപ്പേരായെന്ന് പറയും. കാരണം ഇവന്റെ കൂട്ടുകാരെ മറ്റേ കെവിൻ കുറച്ച് റിച്ച് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നേക്കുക. അങ്ങനെ അതുകൊണ്ട് ഇവൻ അത് മുതലെടുക്കാൻ നോക്കുവാന്ന് എല്ലാരും പറയാന്ന് പറയുമ്പം ശിവാൻഷു ആണ് അവൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ലെന്ന് പറഞ്ഞ് അവൻ ഇതിനെ കുറിച്ച് ഒരു പിടിയില്ലെന്ന് പറയും. അപ്പോഴാണ് ഇവന്റെ ബോസും ഇങ്ങേർക്കും അത് വിശ്വാസമില്ലെങ്കിലും കമ്പനിക്ക് എല്ലാവരും ഇവൻ പറയുന്ന കേൾക്കാൻ തയ്യാറില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ശിവാൻഷു കഷ്ടപ്പെട്ടല്ല പ്രൊമോഷൻ വാങ്ങിച്ച് അവന്റെ കൂട്ടുകാരൻ കെവിൻ യൂസ് ചെയ്ത ഇത്ര ഉയർത്തി എത്തിയെന്ന് പറഞ്ഞ് എല്ലാവരും സംസാരിക്കുന്നതായിട്ട് ബോസും പറഞ്ഞ് അവനിപ്പോ ഇവിടെ നിന്ന് പോയിക്കോളാൻ പറയും. അങ്ങനെ അതിനുശേഷം ഇവരൊക്കെ ഒരുമിച്ച് ഇന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ കൂട്ടുകാരൻ കെവിനാണ് അവൻ കാരണമല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് പറഞ്ഞ് അവൻ ശിവാൻഷിനോട് സോറി പറയും. അപ്പോഴാണ് ശിവാൻഷ ഒന്നും മൈൻഡ് ചെയ്യാതെ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവന്റെ തെറ്റല്ലെന്ന് പറയുമ്പോൾ മറ്റവൻ പേടിച്ചിട്ട് ഇത് കാരണം ഇനി അവന്റെ അടുത്ത് നഖം നിൽക്കുമെന്ന് ചോദിക്കും. അങ്ങനെ അവന് സ്വന്തം കഴിവ് കൊണ്ടായി ഈ കമ്പനി കയറിയ അല്ലാതെ അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്തൊന്നല്ല ഈ കമ്പനി കയറിയെന്ന് പറഞ്ഞ് ഇത് കാരണം അവനും ദേഷ്യം വരുമെന്ന് പറയും. അപ്പോഴാണ് ശിവാൻഷു ആണ് അതിനെക്കുറിച്ച് ആലോചിക്കണ്ടെന്ന് പറഞ്ഞ് ഇവർ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാന്ന് പറയും. അപ്പോഴാണ് ക്രിസ് ആണ് അന്ന് ആക്സിഡന്റ് സംഭവിച്ചതൊക്കെ അവിടെ നിന്ന് വീഡിയോസോ ഫോട്ടോസോ എല്ലാം എടുത്ത് ഇവന്റെ പേജിനകത്ത് പോസ്റ്റ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ പറയും. ഇവള് കാരണമല്ല ഇവന്മാർ അടിയുണ്ടാക്കിയ സത്യത്തെ അതൊരു ആക്സിഡന്റ് ആണെന്ന്. അപ്പോഴാണ് ഇതേക്കുന്ന മറ്റുള്ളവരൊക്കെ ഇതൊക്കെ ചുമ്മാ ടൈം പാസിന് ഓരോരുത്തർ സംസാരിച്ച് ഈ പാരിതോഷികം കൂട്ടാന്ന് പറഞ്ഞ് അവരെ ആ കാര്യമൊക്കെ
പറയുമ്പം ക്രിസ് ആണ് ഇവിടെ മൊത്തത്തിൽ വെറുത്തുപോയിട്ട് എന്തായാലും ഒരു തെറ്റും ചെയ്യാതെ ഇവരുടെ പേര് ഇങ്ങനെ ചീത്ത പേരായിരുന്നു അവൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയും. അപ്പോഴാണ് ഈ ഡയലോഗ് കേട്ട് പെട്ടെന്ന് ഷുവാൻഷു മതം ഞെട്ടിപ്പോവും. കാരണം ഇതേപോലെ ഒരു സംഭവമാണ് അന്ന് ഷീഗ്വാൻ ഇവരുടെ ഫ്രണ്ട് ഫേസ് ചെയ്തത്. കാരണം അന്ന് അവർ റോങ്ങിനെ വിശ്വസിച്ച് ഷീഗ്വാനായിരിക്കും ആ കമ്പനിയിൽ നിന്ന് വിളിച്ച കാര്യം പറയാത്തെന്ന അവനും വിചാരിച്ച. അതുകൊണ്ട് വീട്ടിൽ ചെന്ന് അവൻ ഇതൊക്കെ ആലോചിച്ച് നോക്കി അന്ന് ഷീഗ്വാൻ എത്രമാത്രം കഷ്ടപ്പെട്ടതാണെന്ന് അവൻ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങനെ അതുകൊണ്ട് അവനാണ് ഫോൺ എടുത്ത് ഇവളും റോങ്ങും തമ്മിൽ വഴക്ക് നടക്കുന്ന കാര്യമൊന്നും അവൻ അറിഞ്ഞില്ലെന്നറിഞ്ഞ് അവളോട് സോറി പറഞ്ഞ് അവൻ ആ മെസ്സേജ് സെൻഡ് ചെയ്യണോ വേണ്ടെന്ന് ആലോചിച്ച് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവൾ അവസാനമായിട്ട് ഇവനെ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്തിട്ട് പോയതാ. അവന്റെ അടുത്ത ദിവസം ഷുവാൻഷു ആണ് നേരിട്ട് അവളുടെ അനിയനെ കാണാൻ വേണ്ടി ചെല്ലും. അപ്പോഴാണ് അവനും ഇവൻ എന്തിനാ കാണാൻ വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ ഷുവാൻഷു ആണ് അവൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ പുറത്ത് വരുന്നതെന്ന് ചോദിക്കും. അങ്ങനെ അതിനുശേഷം ഇവിടെ ഷീഗോനും കമ്പനിയുടെ പണി നടക്കുന്ന സ്ഥലത്ത് വന്ന് അവൾ നോട്ടായിട്ടോണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ അനിയനാണ് ഫോൺ വിളിച്ചിട്ട് ഇവളോടൊരു കാര്യം പറയാനുണ്ടെന്ന് അറിയും. അങ്ങനെ ഷുവാൻഷു ഇവനെ പുറത്തേക്ക് വിളിച്ചോണ്ടായി ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് അവൻ അധികം ഒന്നും സംസാരിച്ചില്ലെന്ന് അറിയും. പക്ഷെ ഇവനെ മനഃപൂർവ്വം ഫോഴ്സ് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കുന്ന മുമ്പേ തന്നെ ഷുവാൻഷു അപ്പോ ഇവരന്ന് വിദേശത്ത് കറങ്ങാൻ പോയതിനെ കുറിച്ച് സംസാരിച്ച്. അങ്ങനെ അവൻ ചിലപ്പോൾ അതൊക്കെ ഓർത്ത് വിഷമിക്കായിരിക്കും എന്ന് പറഞ്ഞ് ഇവൻ ചോദിക്കുമ്പം ഷീഗോനാണ് അതൊന്നും ഇവനെ മൈൻഡ് ചെയ്യാതിരിക്കാൻ പറയും. അപ്പോഴാണ് അനിയനും അതല്ല ചേച്ചി, അന്ന് നമ്മൾ വിദേശത്ത് പഠിക്കാൻ പോയെന്ന് നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആന്റി പറഞ്ഞായിരുന്നു, ഞാൻ അവരോടും ചോദിച്ചായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ഷുവാൻഷു നമ്മൾ വിദേശത്ത് പഠിക്കാൻ പോയില്ലെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നേർന്നേനെ. ആ ഒരു കുറ്റബോധം എനിക്കുണ്ട്, അതുകൊണ്ടാ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചത്. എന്നതിന് അനിയനും അതോർത്ത് വിഷമിക്കുമ്പം ഷീഗോനാണ് നടന്നെല്ലാം ഭാഗ്യമെന്നറിഞ്ഞ് അവൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തി ലിന്നാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് വെറുതെ അതാലോചിച്ചൊന്നും ഇവനെ വിഷമിക്കേണ്ടെന്ന് പറയും. അപ്പോഴാണ് അനിയനും സമാധാനത്തി എങ്കിൽ പിന്നെ അവനും കുഴപ്പമില്ലെന്നറിഞ്ഞ് ഇവളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഷീഗോനാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി ഇവളെ അന്വേഷിച്ച് തന്നെ വന്നെന്നറിഞ്ഞ് അവിടേക്ക് വരുന്ന ലിനനെ കണ്ട് ഇവളിങ്ങനെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനുശേഷം എന്തൊക്കെ സംഭവിക്കും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വെയിറ്റ് ചെയ്ത് കാണാം.